കോഴിക്കോട് കട്ടിപ്പാറയിൽ ആത്മഹത്യ ചെയ്ത അധ്യാപികയുടെ നിയമന നടപടികൾ സംബന്ധിച്ച് താമരശ്ശേരി AEO റിപ്പോർട്ട് സമർപ്പിച്ചു. നിയമന നടപടികളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്ന റിപ്പോർട്ട്. താമരശ്ശേരി AEO DOയ്ക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമാണ് റിപ്പോർട്ട് നൽകിയത്. വിശദാംശങ്ങളുമായി രാഹുൽ KV ചേരുകയാണ്. രാഹുൽ, ഈ നിയമനവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്? കോടഞ്ചേരി LP സ്കൂളിലെ അധ്യാപികയായ അലീന ബേബി ഇന്നലെയാണ് വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ബന്ധുക്കൾ കാണുന്നത്. വീട്ടിലാണ് നമ്മളുള്ളത്. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയത്തിനകം മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരും. അതായത് താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ജോലി ചെയ്തിരുന്നത്. എയ്ഡഡ് സ്കൂളിൽ നിയമനം നൽകിയത് സ്കൂളാണ്. പക്ഷേ ഇതിന് സർക്കാരിൻ്റെ നിയമന അംഗീകാരം ലഭിച്ചിരുന്നില്ല എന്നാണ് ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. താമരശ്ശേരി AEOയാണ് പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. കുടുംബം പറഞ്ഞിരുന്നത് നിയമനം നൽകുന്ന കാര്യത്തിൽ മാനേജ്മെൻറ്റിനും സർക്കാരിനും വീഴ്ചയുണ്ടായി എന്നാണ്. പക്ഷേ സർക്കാർ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടാണ് AEO നൽകിയിട്ടുള്ളത്. കട്ടിപ്പാറയിലെ നസ്രത്ത് LP സ്കൂളിലാണ് ആദ്യം അലീന ജോലി ചെയ്തിരുന്നത്. അവിടെ ദിവസവേതന അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തതിനാൽ അപേക്ഷ നിരസിച്ചു. അതിനുശേഷം 2021 കോടഞ്ചേരി സെൻറ്റ് ജോസഫ് LP സ്കൂളിലേക്ക് ജോലി മാറി പ്രവേശിക്കുന്നത്. ഇതും പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂൾ തന്നെയാണ്. പക്ഷേ അവിടെ സ്കൂൾ മാനേജ്മെൻറ്റ് നിയമനം നൽകിയെങ്കിലും സർക്കാർ തലത്തിൽ അതിന് നിയമന അംഗീകാരം ലഭിച്ചിരുന്നില്ല എന്നാണ് AEOയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് സർക്കാർ തലത്തിലുള്ള ശമ്പളം ലഭ്യമായിരുന്നില്ല എന്നതാണ്. ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും ₹1 പോലും ശമ്പളം ലഭിച്ചിരുന്നില്ല. അതിലുള്ള മനോവിഷമത്തിലാണ് അലീന ജീവനൊടുക്കിയതെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത്, പരാതിപ്പെട്ടിരുന്നത്. ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആ തലത്തിൽ വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ഈ കാത്തലിക് അധ്യാപക ഗിൽഡ് ഇന്നലെ തന്നെ പുറത്തിറക്കിയിരുന്നത് സ്കൂൾ മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. സർക്കാരിൻ്റെ ഉദാസീനതയും അതുപോലെ അധ്യാപക നിയമനത്തിൽ നടത്തുന്ന ജാഗ്രതക്കുറവ്, വീഴ്ചയുമൊക്കെയാണ്. അതിൻ്റെ രക്തസാക്ഷിയാണ് അലീന എന്നായിരുന്നു കാത്തലിക് അധ്യാപക ഗിൽഡിൻ്റെ ഒരു വിശദീകരണമായി വന്നിരുന്നത്. പക്ഷേ സർക്കാർ തലത്തിലുള്ള ഈ റിപ്പോർട്ട് പ്രകാരം വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അത്യന്തം ദുഃഖകരമായ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോഴും ഈ അധ്യാപിക ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കോഴിക്കോട് കട്ടിപ്പാറയിലാണ് സംഭവം. ഈ നിയമന നടപടികളൊക്കെ സംബന്ധിച്ച് താമരശ്ശേരി AEO റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. വീഴ്ചകളൊന്നും പറ്റിയിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കും എന്ന് സമൂഹ മാധ്യമത്തിലൂടെ അറിയിക്കുകയും ഉണ്ടായിട്ടുണ്ട്. രാഹുൽ KV ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.